ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. എന്തുകൊണ്ട് വിശേഷം? ടോട്ടൽ ക്രാഷിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒരു റിക്കവറിയുടെ സൂചന കാണിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതിൻ്റെ കാര്യം ഇന്നലെ ട്രംപ് ചെയ്തൊരു ട്വീറ്റും പുള്ളിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി പുള്ളി ചെയ്ത പോസ്റ്റ് എന്ന് പറയുന്നത് 5 ദിവസത്തേക്ക് കൂടുതൽ അക്രമങ്ങൾക്ക് പോകുന്നില്ല, ഇറാനുമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുവാണ്. തുർക്കിയായിട്ടും പാകിസ്ഥാനും മറ്റു രാജ്യങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് മീഡിയേറ്റർ വഴിയാണ് US ഇറാനുമായിട്ടുള്ള ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വൈൻഡപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വൈൻഡപ്പ് അല്ല, ഒരു പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാസ്ഡാക്ക് ആൻഡ് S&P 500 സൈറ്റ്ലി പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നിലവിൽ ഇന്നലത്തെ ക്ലോസിങ്ങും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് പ്രധാനപ്പെട്ട ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് 400ഓളം പോയിൻറ്റ്സ് അപ്സൈഡാണ്. ഇത് നിലനിൽക്കോ ഇല്ലേ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഇന്ന് 400 പോയിൻറ്റ്സിന് അപ്സൈഡിലാണ് നിൽക്കുന്നത് മാർക്കറ്റ്. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സും ഹാങ്സങ്, തായ്വാൻ വെയ്റ്റഡ് എല്ലാം ഈ ഒരു ന്യൂസിൻ്റെ പുറത്ത് ഒന്ന് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ നിഫ്റ്റി അപ്രോച്ച് ചെയ്യുന്നത് എൻ്റെ വ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോസ്റ്റ്ലി 22,000 21,000 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. ഇനി ഒരു 4% കൂടെ ഡ്രോപ്പ് ഉണ്ടായ മേജർ ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകുകയാണെങ്കിൽ തന്നെ ഞാൻ വളരെ കോഷ്യസ് ആയിരിക്കും. ഒന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ട്രക്ചർ ബ്രേക്കോട് കൂടി അപ്സൈഡ് പോകണം. അല്ലാത്ത പക്ഷം ഞാൻ എന്തായാലും ബുള്ളിഷ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ജസ്റ്റ് കുറച്ചും കൂടെ കാത്തിരിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാര്യം ഈ ഒരു ഫോണുള്ളൂ, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് 23,770 ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഒരു ബുള്ളിഷ് വ്യൂവിലേക്ക് ഞാൻ പോകും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഞാനൊരു ബുള്ളിഷ് വ്യൂവിലേക്ക് പോകും. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഒരു പുൾ ബാക്ക് തന്നിട്ട് വീണ്ടും താഴെ വരാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ ഒരു ഇന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പിനെ വിശ്വസിച്ച് ട്രേഡ് ചെയ്യത്തില്ല. ഇതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ ബ്രേക്ക് മാർക്കറ്റിൽ വരണം ആൻഡ് അതിൻ്റെ റേറ്റ് ടെസ്റ്റ് വരണം. അങ്ങനെയെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് വ്യൂവിലേക്ക് നമുക്ക് പോകാം. ഇന്നൊരു 400 പോയിൻറ്റ്സിന് അപ്സൈഡ് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാർക്കറ്റ് അപ്സൈഡ് പോകുമെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ആൻഡ് മാർക്കറ്റ് നിയർ ബൈ ഡിമാൻഡ് സോൺ ആണ്. മേ ബി ഈ ഡിമാൻഡ് സോണിലേക്ക് ഇറങ്ങി ഡൗൺ സൈഡ് വന്ന ശേഷം പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനിയുള്ള ഈ ഒരു വീക്കിൽ മാർക്കറ്റ് ഒന്ന് ബോട്ടം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, മാർക്കറ്റിന് ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബോട്ടമിനുള്ള ഒരു സോണാണ് ഈ ഒരു ഏരിയ 22,490. നിലവിൽ ഈ സോൺ തൊട്ട് 21,570 എന്ന് പറയുന്ന ഈ സോൺ വരെ മാർക്കറ്റിന് നിലവിൽ ബോട്ടം കണ്ടുപിടിക്കാനുള്ള ഒരു സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വ്യൂ എന്തായാലും അപ്സൈഡ് വ്യൂവിലേക്ക് പോകാൻ മാർക്കറ്റിന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിനുള്ള മേജർ സോൺസിൻ്റെ അടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ആൻഡ് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസസ് എന്ന് പറയുന്നത് വിപ്രോ സൗത്ത് കൊറിയയിൽ അവിടെ ബിസിനസ് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ച നടത്തി കഴിഞ്ഞു. ആൻഡ് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. സൗത്ത് കൊറിയൻ ക്ലയൻസിനെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും ആൻഡ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് കൂട്ടാനും ഉള്ള ഒരു പോസിബിലിറ്റി വിപ്രോ തുടങ്ങിക്കഴിഞ്ഞുള്ള ന്യൂസുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസ്. പിന്നെ GR ഇൻഫ്രയ്ക്ക് മോസ്റ്റ്ലി 2,440 കോടിയുടെ ഒരു ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ബീഹാറിലെ ഗ്രീൻഫീൽഡ് സെക്ഷൻ ഓഫ് NH 33 നിർമ്മാണം നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ന്യൂസസ് നിലവിലുണ്ട്. അപ്പോൾ അലോക് സിംഗ് ഇൻഡിഗോയ്ക്ക് പുതിയ അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്. ചീഫ് സ്ട്രാറ്റജി ഓഫീസറായിട്ട് ഏപ്രിൽ 6 മുതൽ അപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട് അലോക് സിംഗ്. ഓക്കെ, അതിന് മുന്നേ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മാനേജിങ് ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു അലോക് സിംഗ് എന്ന് പറയുന്ന ആൾ. ഇപ്പം ഇന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ വ്യൂ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ സ്റ്റോക്സ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തതിൻ്റെ കാര്യം മാർക്കറ്റ് മോശമായതുകൊണ്ടാണ്. വരട്ടെ, അപ്പോൾ ആദ്യം ഡിമാൻഡ് സോണിലേക്ക് എത്തുകയാണ്. ആൻഡ് ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ടായിട്ട് ഹൈ ട്രേഡിലേക്ക് മുൻപോട്ട് പോകാം. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം മോസ്റ്റ്ലി 100+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ നിഫ്റ്റിയുടെ ലെവൽസും ആൻഡ് എൻ്റെ ഫോക്കസിൽ വരുന്ന നല്ല സ്റ്റോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിയുന്ന പോലെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതൊരു റെക്കമെൻഡേഷൻ ഗ്രൂപ്പല്ല, മറിച്ച് നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നല്ല നല്ല സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് കണ്ടൻസ് ന്യൂസും ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കാണും. ഓക്കെ, താങ്ക് യു.